സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UDFും കോൺഗ്രസും നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെയാണ് കോൺഗ്രസിന്റെ ബത്തേരിയിലെ 2 ദിവസത്തെ ലക്ഷ്യ 2026 എന്ന ക്യാമ്പ് സമാപിച്ചത്. ഈ ക്യാമ്പിൽ വളരെ മികച്ച ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ പാർട്ടിയും മുന്നണിയും നേരിടണം എന്നത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ തീരുമാനങ്ങളാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദിയബാദാസ് മുൻഷി, ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാക്കൾ, MLA മാർ, MP മാർ, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 200ഓളം കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളാണ് ഈ 2 ദിവസത്തെ ലക്ഷ്യ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് വിവിധ ചർച്ചകളിൽ സന്നിഹിതരായത്. എന്തായാലും കോൺഗ്രസിന് ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 2 ആഴ്ചയോടുകൂടി തന്നെ UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ ഓരോ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും. കോൺഗ്രസ് ഇതിനോടകം തന്നെ ഏതാണ്ട് ഒരു ഏകദേശ ധാരണ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ സിറ്റിംഗ് MLA മാർക്ക് ഏതാണ്ട് എല്ലാവർക്കും തന്നെ സീറ്റ് നൽകാനുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. അതിൽ 1-2 പേർക്ക് മാത്രമാകും സീറ്റ് ലഭിക്കാതെ വരിക. അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നും അടുത്തിടെ പുറത്താക്കപ്പെട്ട പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. മറ്റൊരു MLA, അതായത് തൃപ്പൂണിത്തുറ MLA K ബാബു, അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി താൻ മത്സരത്തിന് ഇത്തവണ ഇല്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണയും ബാബു മത്സരിക്കണം, കാരണം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. തൃപ്പൂണിത്തുറ മണ്ഡലം 2016 കൈവിട്ടതാണ്. അത് തിരികെ പിടിച്ചത് 2021 K ബാബു തന്നെയാണ്. അതുകൊണ്ട് ആ മണ്ഡലം നിലനിർത്താൻ K ബാബു തന്നെ ഇറങ്ങണമെന്ന ഒരു നിർദ്ദേശം നേതാക്കളൊക്കെ തന്നെ ബാബുവിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മണ്ഡലത്തിലും ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലും ഒരു അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. ഈ 2 മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MLA മാർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കാൻ പോകുന്ന ഒരു മണ്ഡലമായിട്ട് വിലയിരുത്തപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവാണ്. നമുക്കറിയാം 2009 വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം രൂപം കൊള്ളുന്നത്. ഡീലിമിറ്റേഷന് ശേഷമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം രൂപം കൊള്ളുന്നത്. അതിനു മുൻപ് തിരുവനന്തപുരം നോർത്ത് മണ്ഡലമായിരുന്നു 77 മുതൽ 2008 വരെ. ആ മണ്ഡലത്തിൽ ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്. നിലവിൽ അവിടെ CPMന്റെ VK പ്രശാന്താണ് സിറ്റിംഗ് MLA. ഒപ്പം തന്നെ BJPക്ക് വേണ്ടിയിട്ട് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K സുരേന്ദ്രൻ മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ഈ മണ്ഡലം പിടിക്കാനായിട്ട് ആരെ ഇറക്കും എന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. 2009 വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന പേരിൽ മണ്ഡലം രൂപമായ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് K മുരളീധരനായിരുന്നു മത്സരരംഗത്തിറങ്ങിയത്. അന്ന് മുരളീധരൻ ഏതാണ്ട് 16,000-ലധികം വോട്ടുകൾക്കാണ് LDFിലെ ചെറിയാൻ ഫിലിപ്പിനെ തോൽപ്പിച്ചത്. ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ കോൺഗ്രസിലാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അന്ന് LDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ചെറിയാൻ ഫിലിപ്പ് മത്സരിച്ചത്. അന്ന് ശക്തമായ ഒരു പോരാട്ടത്തിൽ അതിന്റെ 16,000-ലധികം വോട്ടുകൾക്ക് K മുരളീധരൻ തന്റെ കന്നി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് മുന്നേറി വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് 2016 മുരളീധരൻ വിജയം ആവർത്തിച്ചുകൊണ്ട് തന്റെ മണ്ഡലം നിലനിർത്തി. അന്ന് BJPയുടെ കുമ്മനം രാജശേഖരനായിരുന്നു അവിടെ മത്സരിച്ചത്. CPMന് വേണ്ടിയിട്ട് TN സീമയും മത്സര രംഗത്തിറങ്ങി. എന്നാൽ TN സീമ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു. കുമ്മനം രാജശേഖരനെ 7,500-ലധികം വോട്ടുകൾക്ക് മുരളീധരൻ തറപറ്റിച്ചുകൊണ്ട് തുടർച്ചയായ 2ാം തവണയും വിജയം ആവർത്തിക്കുകയാണ് ചെയ്തത്. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകര മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാനായിട്ട് K മുരളീധരനെ അങ്ങോട്ട് നിയോഗിച്ചു, മണ്ഡലം നിലനിർത്താനായിട്ട്. അതിനു മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു വടകരയിൽ നിന്നുള്ള MP. അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറിയതിന്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരു ശക്തനായ നേതാവിനെ വടകര പോലെ CPMന്റെ ഒരു ശക്തി കേന്ദ്രം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് നിലനിർത്താനായിട്ട് K മുരളീധരനെ നിയോഗിക്കുന്നത്. അവിടെയും മുരളീധരൻ പാർട്ടിയുടെ പ്രതീക്ഷകൾ കാത്തു. ഏതാണ്ട് 80,000-ലധികം വോട്ടുകൾക്കാണ് മുരളീധരൻ അവിടെ വിജയിച്ചു കയറിയത്. അങ്ങനെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 2011 ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ K മുരളീധരൻ നടത്തുന്നത്. ഇത്തവണ വട്ടിയൂർക്കാവ് മണ്ഡലം തിരികെ പിടിക്കാനായിട്ട് K മുരളീധരൻ തന്നെ വീണ്ടും വരുമോ എന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ആകാംക്ഷയായിട്ട് ഉയരുന്നുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് K മുരളീധരനെ തന്നെ മത്സരരംഗത്ത് ഇറക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇത്തവണ ഏതാണ്ട് ഒരു 7 സീറ്റുകളെങ്കിലും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ 1 സീറ്റ് മാത്രമാണുള്ളത്. ഈ പറയുന്ന കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. ഇത്തവണ കോർപ്പറേഷനിൽ കോൺഗ്രസ് മികച്ച ഒരു പ്രകടനം
നടത്തിയിരുന്നു. ഏതാണ്ട് 20 സീറ്റുകളോളം കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല കെ മുരളീധരൻ തന്നെയായിരുന്നു. അദ്ദേഹം ചിട്ടയായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയാണ് മികച്ച ഒരു വിജയത്തിലേക്ക് UDF-നെ അവിടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ മണ്ഡലമായ വട്ടിയൂർക്കാവ്, അദ്ദേഹത്തിന്റെ താമസവും അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലവും വട്ടിയൂർക്കാവാണ്. ആ മണ്ഡലം തിരികെ പിടിക്കാനായിട്ട് കെ മുരളീധരൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ തന്നെ അതിശക്തനായിട്ടുള്ള കോൺഗ്രസിലെ ഒരു പവർഫുൾ നേതാവായിട്ടുള്ള ക്രൗഡ് പുള്ളറായിട്ടുള്ള കെ മുരളീധരനെ തന്നെ രംഗത്തിറക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കെ മുരളീധരന് അല്ലെങ്കിൽ അത്തരമൊരു അറിയിപ്പ് കെ മുരളീധരന് പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിനങ്ങളിൽ കെ മുരളീധരൻ കൂടുതൽ സജീവമായിട്ട് വട്ടിയൂർക്കാവിൽ ഉണ്ടാകും. വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിനാകും 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് സാക്ഷ്യം വഹിക്കുക. ഇപ്പോൾ വി കെ പ്രശാന്ത് MLA, അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു ജനവിരുദ്ധ വികാരം അവിടെ ആളി കത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 2019 ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ വി കെ പ്രശാന്ത് അവിടെ MLA ആയിട്ട് എത്തുന്നത്. അതിനുശേഷമുള്ള ഈ 6 വർഷവും കാര്യമായിട്ടുള്ള യാതൊരു വികസനങ്ങളും വട്ടിയൂർക്കാവിലേക്ക് എത്തിക്കാൻ വി കെ പ്രശാന്തിനെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മേയർ ബ്രോ എന്ന് പറയുന്ന ഒരു വിശേഷണത്തോടു കൂടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി ഇരിക്കുകയാണ്. വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാൻ പോവുകയും അവിടെ വിജയിക്കുകയും ഒക്കെ തന്നെ ഒരു അട്ടിമറി വിജയം നേടി അവിടെ MLA ആവുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. എന്നാൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരാൻ വി കെ പ്രശാന്ത് ഇതുവരെയും സാധിച്ചിട്ടില്ല. അദ്ദേഹം പല വിവാദങ്ങളിൽ ചെന്നപ്പെടുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ച നമ്മൾ അടുത്തിടെയും കണ്ടതാണ്. അപ്പോൾ വി കെ പ്രശാന്തിനെതിരായിട്ടുള്ള ഒരു വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി അല്ലെങ്കിൽ കെ മുരളീധരനെ പോലെ ഒരു നേതാവിനെ അവിടെ ഇറക്കുമ്പോൾ ആ ജനങ്ങൾ വീണ്ടും കോൺഗ്രസിന് വേണ്ടിയിട്ട് അവിടെ വോട്ട് ചെയ്ത മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. മറുവശത്ത് BJP-യെ സംബന്ധിച്ച് അവിടെ അവർക്ക് കാര്യമായ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. അവര് 2016 2ാം സ്ഥാനത്തേക്ക് വന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ വിജയ സാധ്യത തുച്ഛമാണ്. ഒരു നഗര കേന്ദ്രീകൃതമായ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ അവർക്ക് കുറച്ച് വോട്ടുകൾ അവിടെയുണ്ട്. ഈ പറയുന്ന പോലെ നേമത്തും തിരുവനന്തപുരം സെൻട്രലിലും ഒക്കെ തന്നെ ഉള്ളതുപോലെ വോട്ടുകൾ അവർക്ക് അവിടെയുണ്ട്. അതിലുപരിയായിട്ട് അവിടെ വിജയിക്കാമെന്നുള്ള അവരുടെ മോഹം അത് വ്യാമോഹം മാത്രമാണ് എന്ന് വീണ്ടും തെളിയാൻ പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഇത്തവണ കാണാൻ കഴിയും. കെ സുരേന്ദ്രൻ, നമുക്കറിയാം, അദ്ദേഹം നിന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തോറ്റ് തുന്നം പാടിയിട്ടുള്ള ഒരു നേതാവാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2 മണ്ഡലങ്ങളിലാണ് നിന്നത്. 2 മണ്ഡലങ്ങളിലും അദ്ദേഹം തോൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം സ്ഥിരമായിട്ട് മത്സരിക്കാറുണ്ട്. അത്തരത്തിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ തോറ്റ് ചരിത്രമുള്ള ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ. ഇത്തവണ അദ്ദേഹത്തിന് ഷുവറായിട്ടുള്ള ഒരു സീറ്റ് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സാധാരണ അദ്ദേഹം മത്സരിക്കുന്നത് മഞ്ചേശ്വരത്താണ്. അത് കഴിഞ്ഞാൽ പിന്നീട് കഴിഞ്ഞ തവണ അദ്ദേഹം കോന്നിയിലും മത്സരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ തൃശ്ശൂരോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവോ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ താൻ മത്സരിക്കാനും ഇല്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കമാണ് ഈ പറയുന്നത് പോലെ BJP നേതൃത്വം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രൻ അവിടെ മത്സരത്തിനായിട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ BJP പ്രതീക്ഷിക്കുന്ന ശക്തമായ ഒരു പോരാട്ടം നടത്താൻ കഴിയുമെന്നാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP-ക്ക് അവിടെ കാര്യമായ റോളൊന്നും വഹിക്കാൻ നിലവിൽ ഒരു സാധ്യതയില്ല, സാഹചര്യമില്ല. അവിടെ LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കെ മുരളീധരൻ എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ മാറും. അങ്ങനെ 2011 കെ മുരളീധരനിലൂടെ വിജയിച്ച ആ വട്ടിയൂർക്കാവ് മണ്ഡലം വീണ്ടും തിരികെ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഈ 2009 വട്ടിയൂർക്കാവ് മണ്ഡലം രൂപപ്പെടുന്നതിന് തൊട്ടു മുൻപ് അത് തിരുവനന്തപുരം നോർത്ത് മണ്ഡലമായിരുന്നു. 2006 അവിടെ നിന്നും CPM ആണ് വിജയിച്ചത്. CPF-ന്റെ വിജയകുമാറാണ് അവിടെ നിന്നും വിജയിച്ചത്. 10,000-ലധികം വോട്ടുകൾക്കായിരുന്നു CPM ആ മണ്ഡലം വിജയിച്ച് അങ്ങനെ നിന്നത്. അവരുടെ സിറ്റിംഗ് സീറ്റാണ് മണ്ഡലം വട്ടിയൂർക്കാവ് എന്ന പേരിലേക്ക് മാറുമ്പോൾ കെ മുരളീധരൻ അവിടെ നിന്നും പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ കയ്യിലേക്ക് ആ മണ്ഡലത്തെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കൈവിട്ടുപോയ ആ മണ്ഡലം അത് തിരികെ പിടിക്കാൻ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥി, ഏറ്റവും വിശ്വസ്തനായ ഒരു സ്ഥാനാർത്ഥി അത് കെ മുരളീധരൻ തന്നെയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം, ആ ചുമതല കെ മുരളീധരനെ ഏൽപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. നമുക്കറിയാം 2021 അദ്ദേഹം സമാനമായ രീതിയിൽ MP ആയിരിക്കുകയാണ് നേമം പോലൊരു മണ്ഡലത്തിൽ BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടേക്ക് എത്തുന്നത്. അവിടെയും തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായും നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തോറ്റുവെങ്കിൽ പോലും BJP-യെ അവിടെ തോൽപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന കരുത്തനായ രാഷ്ട്രീയ നേതാവിന് കഴിഞ്ഞു. നമുക്കറിയാം എക്കാലത്തും അദ്ദേഹം BJP-ക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. സംഘപരിവാർ വിരുദ്ധത അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്രയാണ്. ഫാസിസത്തിനെതിരായിട്ട് ശക്തമായ പോരാട്ടം എല്ലാ കാലത്തും നടത്തിയിട്ടുള്ള ഒരു നേതാവാണ്. അങ്ങനെ ജനകീയനായിട്ടുള്ള ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹത്തെ വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുവന്ന് ആ മണ്ഡലം തിരികെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ നോക്കുന്നത്. അതിന്
ഉള്ള ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ഒരു ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ജനുവരി അവസാനത്തോടു കൂടി തന്നെ കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ കെ മുരളീധരന്റെ പേര് വട്ടിയൂർക്കാവിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഈ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്.